ഇന്ന് നമുക്ക് ചോറ് കൊണ്ട് അപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. നമ്മൾ അരി വയ്ക്കുന്ന മട്ടരിയുടെ ചോറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി വേണം. പിന്നെ 1/2 കപ്പ് തേങ്ങയും വേണം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളം വേണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തത്. ഇനി നമുക്ക് നന്നായിട്ടിത് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലേക്ക് പകർത്തി ഒഴിക്കാം. ഈ കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ മാവ് തയ്യാറാക്കേണ്ടത്. ഒരുപാട് തിക്കാവാനും പാടില്ല, തീരെ ലൂസാകാനും പാടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മാവ് കലക്കി വെച്ചിട്ട് നമുക്ക് അപ്പോൾ തന്നെ അപ്പം ഉണ്ടാക്കാവുന്നതാണ്. ഇത് നമ്മൾ പുളിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു തവ അടപ്പത്തേക്ക് വയ്ക്കാം. തവ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് തൂത്ത് തവ മൊത്തം ഒന്ന് തൂത്തെടുക്കാം. തവ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഓരോ തവി മാവ് കോരിയൊഴിച്ച് അപ്പം ചുട്ടെടുക്കാം. ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 വശവും മറിച്ചിട്ട് വേവിക്കണം. വീണ്ടും തവയൊന്ന് തൂത്തെടുക്കാം നമുക്ക്. അതിനുശേഷം നന്നായിട്ട് ചൂടായതിനു ശേഷം വീണ്ടും മാവ് കോരിയൊഴിച്ച് ബാക്കിയുള്ള അപ്പവും കൂടെ ചുട്ടെടുക്കാവുന്നതാണ്. ഒരു തവി മാവ് കോരിയൊഴിച്ചതിന് ശേഷം നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകാനും വെന്ത് കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഈ അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അരി കുതിരയിടണ്ട, അരി അരയ്ക്കണ്ട, മാവ് പുളിക്കാൻ വെക്കേണ്ട, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ അപ്പം കൊണ്ട് നമുക്ക്. പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ഞാൻ ഇത്രയും ചോറ് കൊണ്ട് 10 അപ്പമാണ് ഉണ്ടാക്കിയത്. ഈ അപ്പം നല്ല സോഫ്റ്റാണ്. നല്ല കനം കുറവായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കറി കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള അപ്പമാണ്.